നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടുന്നൊരു സന്ധ്യയാണിത്. ഈ സിനിമ നമ്മളെല്ലാവരും ഒന്നിച്ച് 37 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് കാണുകയാണ്. ഈ സിനിമയുടെ ഇന്ന് നമ്മൾ കണ്ട വേർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റീമാസ്റ്റേർഡ് വേർഷനാണ്. ഇത് നമുക്ക് വേണ്ടി ചെയ്തത് NFDCയും NFIAയുമാണ്, നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയും നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കൂടി ചെയ്ത മലയാളത്തിൽ ചെയ്ത ആദ്യത്തെ സിനിമയാണിത്. ഇത് കഴിഞ്ഞ IFFAയിൽ നമ്മളുടെ ഒരു പ്രീമിയർ ഷോ ആയിട്ട് അവിടെ കാണിക്കുകയും ചെയ്തിരുന്നു. ഇത് 35 mm ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്, ഫിലിമിൽ ഷൂട്ട് ചെയ്തതാണ്. അത് അതേപോലെ അതേ ക്വാളിറ്റിയിൽ തന്നെ അവർ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അഡീഷണൽ ആയിട്ടുള്ള മറ്റ് ഒരു എൻഹാൻസ്മെൻറ്റും അതിൻ്റെ കളറിലോ ടോണിലോ ഒന്നും മാറ്റിയിട്ടില്ല. അതിൻ്റെ ഒറിജിനൽ വേർഷൻ അതുപോലെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആദ്യം ഫിലിമിൽ ഷൂട്ട് ചെയ്ത് അതേ ക്വാളിറ്റിയിൽ അതിൻ്റെ ഡിജിറ്റൽ വേർഷൻ നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞു. 10-ാം തീയതി ഈ സിനിമ പ്രേക്ഷകർ മുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. വന്ന എല്ലാവർക്കും നന്ദി, സ്നേഹം. നമസ്കാരം. വളരെ അപൂർവമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. എനിക്ക് എൻ്റെ ഏറ്റവും ഇത്രയും 48 വർഷത്തെ സിനിമാ അഭിനയത്തിൽ വളരെ എടുത്തു പറയാവുന്ന സിനിമകളിലൊന്നാണ് കിരീടം. എനിക്ക് ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. താങ്ക് യു ഷിബി. എൻ്റെ അടുത്ത നാഷണൽ അവാർഡും ഷിബിയുടെ സിനിമയിലായിരുന്നു. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സന്തോഷവും സങ്കടവും ഉണ്ട്. കാര്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരും എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് അതിൽ നിന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പെട്ടെന്ന് 37 വർഷങ്ങൾക്ക് മുമ്പോട്ട് പിറകിലേക്ക് സഞ്ചരിച്ചു. ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. ഞാൻ സിനിമയിൽ ചോദിക്കായിരുന്നു, ഇനി ഇങ്ങനെ ഒരു സിനിമ ആരെങ്കിലും ഇതിങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. എൻ്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും വളരെ ഇമോഷണൽ ഫിലിമാണത്. 37 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗകര്യങ്ങൾ വെച്ച് ചെയ്ത സിനിമയാണ്. പക്ഷേ ആ സിനിമ ഇന്ന് ചെയ്തെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുത്തു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഒരിക്കൽ കൂടി അതിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ രണ്ടാമത് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച NFDCക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷം, ഒരുപാട് നന്ദി, ആശംസകൾ. നമുക്ക് കുറച്ചൊരു ഞാൻ ഇൻ്റർവെല്ലിന് ആ സമയത്താണ് വന്നാലും എനിക്കതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ സിനിമ കാണുമ്പോൾ കുറച്ചൊരു ഇമോഷണലാവും. ചില സിനിമകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, ചില സിനിമകൾക്കല്ല. ഈ സിനിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. എന്തായാലും ഒരിക്കൽ കൂടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. താങ്ക് യു ഷിബി, താങ്ക് യു വിജയകുമാർ, ഉണ്ണി, ദിനേഷ്, രമൻ സാർ, എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്. നമ്മൾ ഒരു കേക്ക് 37 വർഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കേക്ക് ഇവിടെ മുറിക്കുകയാണ്. അതിലാൽ തന്നെ ചെയ്തത്. ഫോൺ കേട്ടല്ലേ? ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ മലയാളത്തിൽ മനസ്സിലായൊരു സിനിമ അതായിരുന്നു കിരീടം. ഇപ്പോൾ 37 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ സിനിമ എത്തുകയാണ്. പുതിയ തലമുറ ആസ്വദിക്കുകയൊക്കെ ആയിട്ട് കാണണം. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് എൻ്റെ സിനിമയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, നമ്മളെല്ലാവരും കണ്ട സിനിമയാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഫീല് ഞാൻ പറയാം. ഈ സിനിമ ഇതിനു മുന്നേ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ അത് സിബി മലയിൽ സാറിൻ്റെ കൂടെ മോഹൻലാൽ സാറിൻ്റെ കൂടെ ഇരുന്നാണ് കാണാൻ പോകുന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്.
37 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ എനിക്ക് 3 വയസ്സായി.